ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് അവിടെ വരുന്ന മാറ്റമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീധരൻപിള്ളയെ മാറ്റിയിരിക്കുന്നു ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന്. അശോക് ഗജപതി രാജു പുതിയ ഗവർണറാകുന്നു ഗോവയിൽ എന്നുള്ളതാണ്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇത് കാലാവധി കഴിഞ്ഞുകൊണ്ടുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അച്യുതൻ? ഗോവയ്ക്ക് പുതിയ ഗവർണർ വരികയാണ്. പി എസ് ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. വിവരങ്ങളുമായി ചേരുന്നത് ആർ അച്യുതനാണ്. അച്യുതൻ, ഇത് കാലാവധി കഴിഞ്ഞതുകൊണ്ടുള്ള മാറ്റമാണോ മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ആഴ്ച ശ്രീധരൻപിള്ള ഇവിടെ ഡൽഹിയിൽ എത്തുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗോവ ഗവർണറായി പുഷ്പതി അശോക് ഗജപതി രാജുവിനെയാണ് നിയമിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രാഷ്ട്രപതി ആ ഒരു കാര്യം നമ്മളെ അറിയിക്കുകയാണ്. രാഷ്ട്രപതിയുടെ വാർത്താക്കുറിപ്പിലൂടെ തന്നെ ആ കാര്യം നമ്മളെ അറിയിക്കുകയാണ്. ഗോവ ഗവർണറായി ശ്രീധരൻപിള്ളയെ മാറ്റി പകരം പുതിയൊരു ഗവർണറെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു. ഒപ്പം ഹരിയാനയിലും അതുപോലെ തന്നെ ലഡാക്കിലും പുതിയ ഗവർണർമാരെയും ലഫ്റ്റനന്റ് ഗവർണർമാരെയും നിയമിച്ചിട്ടുണ്ട് എന്നതാണ്. ആഷിം കുമാർ ഘോഷ് ഹരിയാനയുടെ ഗവർണറായി നിയമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കവീന്ദർ ഗുപ്ത അദ്ദേഹത്തെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി കൂടി നിയമിച്ചിരിക്കുന്നു. ഇക്കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ നാളുകളിൽ ഡൽഹിയിലെത്തി ശ്രീധരൻപിള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും PM-ഉമായും എല്ലാം ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഗവർണർ മാറ്റം ഗോവയിൽ ഉണ്ടായിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ 2019 നവംബറിലാണ് അദ്ദേഹം മിസോറാമിൽ ഗവർണറായി എത്തുന്നത്. 2021 വരെ അദ്ദേഹം ആ പദവിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഗോവയിലേക്ക് എത്തുന്നത്. ഗോവയിൽ 19ാമത് ഗവർണറായിരുന്നു അദ്ദേഹം. 2021 ജൂലൈ 15-നാണ് അദ്ദേഹം അവിടെ ഗവർണറായി സ്ഥാനമേൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2025 ആകുന്നു. 2021-ലാണ് അദ്ദേഹം അവിടെ ഗവർണറായി അധികാരമേറ്റത് ഗോവയിൽ. അച്യുതൻ, തീർച്ചയായിട്ടും ഉന്മേഷ്, രണ്ടിടങ്ങളിലായാണ് അദ്ദേഹം ഗവർണറായി ചുമതല വഹിച്ചിരുന്നത്. അതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ മിസോറാമിലും, രണ്ട് ഇപ്പോൾ ഗോവയിലുമായിരുന്നു ആ ചുമതല നിർവഹിച്ചിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മാറ്റം ഗോവയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ പുതിയ ഗവർണർ അശോക് ഗജപതി രാജുവിനെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഏതെങ്കിലും ചുമതല അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഒരു നിയമനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ രാഷ്ട്രപതി 3 പേരുടെ നിയമനമാണ് ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് അതിൽ ഈ പറഞ്ഞ ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടും ഹരിയാനയിൽ പുതിയ ഗവർണറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഗോവയിലെ നിയമനം, ഇത് 3 കാര്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് എന്നതാണ്. BJP-യെ സംബന്ധിച്ച ഒരു മുതിർന്ന നേതാവ് തന്നെ ആയിരുന്നു ശ്രീധരൻപിള്ള. അതിനുശേഷം അദ്ദേഹം ഗവർണർ ചുമതലകളായിരുന്നു വഹിച്ചിരുന്നത് 2 സംസ്ഥാനങ്ങൾ. ഒടുവിൽ ഗോവയിലായിരുന്നു അദ്ദേഹം ഗവർണറായി ചുമതല വഹിച്ചിരുന്നത്. ആ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു ചില കൂടിക്കാഴ്ചകൾ ശ്രീധരൻപിള്ള ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയത്. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതായുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതൊരു സ്ഥാനമാറ്റം, അല്ലെങ്കിൽ നിലവിലെ ഗോവ ഗവർണർ എന്നുള്ള സ്ഥാനം അത് മാറിയേക്കും, ആ ചുമതലയിൽ നിന്ന് മാറുമെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും അതന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളായിരുന്നു. എന്തായാലും അതിലേക്കാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. ഗോവയ്ക്ക് പുതിയ ഗവർണറെ നിയമിച്ചിരിക്കുന്നു. ഒപ്പം നിലവിൽ ഇനി എന്താണ് ശ്രീധരൻപിള്ളയുടെ ചുമതല എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. നിലവിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ശ്രീധരൻപിള്ളയെ മാറ്റി അവിടെ പുതിയൊരു ഗവർണർക്ക് നിയമനം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അശ്വതൻ, ഇപ്പോൾ ഈ കാലാവധി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കണക്കുകളിൽ അത് ഏകദേശം പൂർത്തിയാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ചുമതലയിലേക്ക് മാറുമെന്നാണോ? കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്നിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ അച്യുതൻ? ഉമേഷ്, തീർച്ചയായിട്ടും ഈ കാലാവധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ഏതാണ്ട് പൂർത്തിയായ ഒരു സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയായിരുന്നു, ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് ഇത്തരം ചർച്ചകൾ നടന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ചുകൊണ്ട് ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് ശ്രീധരൻപിള്ള.
സംബന്ധിച്ചും അദ്ദേഹത്തിന് ഏറെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒടുവിൽ 2 സംസ്ഥാനങ്ങളിലായി അദ്ദേഹം വഹിച്ചത് ഭരണഘടനാ ചുമതലയായിരുന്നു. ഒടുവിൽ ഗോവയുടെ ഗവർണറായുള്ള ചുമതലയാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിയുമ്പോൾ ഇനി എന്താണ് അദ്ദേഹത്തിനായി കരുതി വെച്ചിരിക്കുന്ന അടുത്ത സ്ഥാനം എന്ന സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും. ഏതെങ്കിലും തരത്തിൽ മറ്റ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇനി വീണ്ടും ഗവർണറായി നിയമിക്കുമോ, അതല്ലെങ്കിൽ സംഘടനയുടെ ഏതെങ്കിലും ഉന്നത പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ചില അവ്യക്തതകൾ നിൽക്കുന്നു. ഒപ്പം തന്നെ പലയിടങ്ങളിലും രാജ്യസഭാ സീറ്റടക്കം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന കാര്യങ്ങളും ഇനി വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല, BJPക്ക് കഴിയില്ല. കാരണം അദ്ദേഹം മുതിർന്ന ഒരു നേതാവ് എന്ന രീതിയിൽ, ഏറെ രാഷ്ട്രീയ പാരമ്പര്യം ഉള്ള ഒരു നേതാവ് എന്ന രീതിയിൽ BJP അദ്ദേഹത്തിന് ഒരു പരിഗണന ഉറപ്പായി നൽകേണ്ടി വരും. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ശരി അച്യുതൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അദ്ദേഹത്തെ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി ഏറെക്കുറെ പൂർത്തിയാകുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. പുതിയ പദവിയിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. അച്യുതനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.